ഹലോ, വെൽക്കം ബാക്ക്. റിയാസ് വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മലയാളികൾക്ക് സ്പെഷ്യലായ ബീഫ് വരട്ടും പത്തിരി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അടിപൊളി ടേസ്റ്റുള്ള ഒരു വെറൈറ്റി ബീഫ് വരട്ടാട്ടോ ഞാനിന്ന് റെഡിയാക്കാനായിട്ട് പോണത്. അപ്പോൾ വീഡിയോ മുഴുവനായി തന്നെ നിങ്ങൾ കണ്ടു നോക്കുക. വീഡിയോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബീഫ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മസാലകൾ ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു ടീസ്പൂണോളം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചതച്ചത്, ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണോളം മുളക് പൊടി. ഈ ഒരു മുളക് പൊടി നല്ല എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ട് ഞാൻ ഒരു ടീസ്പൂണുള്ളൂ ഇട്ടെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ ഇട്ടുകൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് അതുപോലെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്പി കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഈ ഒരു കുക്കർ മൂടി വെച്ചിട്ട് 2, 3, 4 വിസിൽ വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ബീഫ് വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊരു 3-4 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് ഇതൊന്ന് വെന്ത് വരുമ്പോഴത്തേന് നമുക്ക് പത്തിരി ഉണ്ടാക്കാം. പത്തിരി ഞാനിവിടെ ഉരുളാക്കി വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ മെഷീനിൽ പരത്തിയിട്ട് അങ്ങനെ ചട്ടിയിട്ട് ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അടുപ്പിലേക്ക് വെച്ചെടുക്കാം. ഇവിടെ ഇപ്പോൾ നല്ല മഴ പെയ്യാണ് കേട്ടോ. ഒരു സൗണ്ട് കേൾക്കുന്നില്ല എനിക്ക്, അത് വെള്ളം ചാടുന്ന സൗണ്ടാണ്. അപ്പം ഈ ചട്ടി അപ്പോൾ കഴുകിയിട്ട് വെച്ചതാണ്. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിയൊന്ന് ചൂടായി വരട്ടെ. ഇത് ആകുമ്പോഴത്തേന് നമുക്ക് നമ്മുടെ പത്തിരിയും കൂടി റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനുണ്ടല്ലോ ഈ ഒരു രീതിയിലാട്ടോ പത്തിരി ചുട്ടെടുക്കൽ. ഇതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനും പറ്റും. മെഷീനിൽ മാത്രം പരത്തിയിട്ട് ചട്ടിയിലിട്ട് ചുട്ടെടുക്കലാണ്. പത്തിരി നല്ല സോഫ്റ്റും നല്ല പത്തിരി തന്നെ ആയി കിട്ടും. നമുക്ക് സമയം ലാഭിക്കാമല്ലോ. ആദ്യമൊക്കെയെന്ന് പറഞ്ഞാൽ എനിക്ക് പത്തിരി ഉണ്ടാക്കണതേ ഇഷ്ടമുണ്ടായിരുന്നില്ല. ആദ്യം ഒന്ന് മെഷീനിൽ അമർത്തണം, എന്നിട്ട് പിന്നെ കല്ലിലിട്ടൊന്ന് പരത്തണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ടൈം ഒരുപാട് പോണ പോലെ തോന്നലുണ്ട്. അതുകൊണ്ട് തന്നെ 2 ആൾ 3 ആളൊക്കെ വേണം പത്തിരി ഉണ്ടാക്കാൻ. ഇതാവുമ്പോൾ ഇപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് രാവിലെയൊക്കെ ഞാൻ പത്തിരി ഉണ്ടാക്കലുണ്ട് കേട്ടോ. എനിക്കിപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാനായിട്ട് പറ്റാറുണ്ട് ഇങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൊണ്ടു നിങ്ങൾക്ക് എന്തായാലും സമയം ലാഭിക്കാം, ഇഷ്ടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇന്ന് ഞാൻ ഡിന്നറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കണത്. നമ്മൾ ബീഫ് അപ്പുറത്ത് അടുപ്പിൽ വേവിക്കാൻ വെച്ചിട്ടുണ്ടല്ലോ, അതൊന്ന് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് പത്തിരിയും ഇവിടെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ ഓരോ പത്തിരിയും ചുട്ടെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ പത്തിരി ഇവിടെ ചുട്ട് കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല അടിപൊളി സോഫ്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മൾ പലകമ പരത്തണ അത്ര കണ്ട് വലിപ്പം ഉണ്ടാവില്ല, എങ്കിലും കുഴപ്പമില്ല, അടിപൊളിയാണ്. അപ്പോൾ പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് മാറ്റി വെക്കാം. അപ്പോഴേക്കും നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. അതൊന്ന് അതിലെ ആവിയൊക്കെ ഒന്ന് പോയിട്ട് ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു ബീഫ് ഉണ്ടല്ലോ അതൊന്ന് വരട്ടിയെടുക്കണം. നമ്മൾ നേരത്തെ ബീഫ് വരട്ടും പത്തിരി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് വരട്ടിയെടുക്കാനായിട്ട് ഞാൻ അടുപ്പിലേക്ക് ഒരു മൺചട്ടിയാണ് കേട്ടോ വെച്ചെടുത്തിട്ടുള്ളത്. അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ആ ഒരു ബീഫ് ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കാം. എന്നിട്ട് ഒന്ന് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകവും ഒരു 1/4 ടീസ്പൂണോളം ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒന്ന് അതിലുള്ള ചാറൊക്കെ ഒന്ന് വറ്റി വന്നതിന് ശേഷം അതിലേക്ക് അതുപോലെ കുറച്ച് മല്ലിയില, ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചെടുത്തിട്ട് ഒരു മൂടി വെച്ചിട്ട് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചെടുക്കാം. അപ്പോൾ 5 മിനിറ്റൊക്കെ കഴിഞ്ഞു. ഇതൊന്ന് തുറന്ന് നോക്കാം. അടിപൊളി മണം കേട്ടോ. ആ ജീരകത്തിൻ്റെയും ഗരം മസാലൻ്റെ ഒക്കെ നല്ലൊരു മണം, വായിൽ വെള്ളം വരുന്നുണ്ട്. അങ്ങനത്തെ ഒരു മണമാണ് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നമ്മളെ ബീഫ് വരട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. അപ്പോൾ അടിപൊളി ബീഫ് വരട്ടും പത്തിരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റുള്ള ബീഫ് വരട്ടാണ് കേട്ടോ. പത്തിരി അതേപോലെ നല്ല സോഫ്റ്റുള്ള പത്തിരിയാണ്, അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായി തന്നെ കണ്ടു നോക്കുക.
അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും ബൈ.